ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആൻസർ കീയാണ്, സാമൂഹ്യശാസ്ത്രം ആൻസർ കീയാണ്. മാർച്ച് 16 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ്, ആനുവൽ എക്സാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റിലുണ്ട്. എല്ലാവരും അത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, തന്നിട്ടുള്ള 8 പ്രവർത്തനങ്ങളിൽ 6 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നിങ്ങൾക്ക് അറിയാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ റൗണ്ട് ഇട്ട് വെക്കുക. ഓക്കെ, 6 പ്രവർത്തനങ്ങളിൽ അതിനോടൊപ്പം തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനും ഉത്തരം എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. മധ്യകാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഭരണാധികാരികളുടെ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. അവ നടപ്പിലാക്കിയ ഭരണാധികാരികൾക്കനുസരിച്ച് ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ ഓരോരുത്തരുടെ ഭരണാധികാരികളുടെ സംഭാവനകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. അപ്പോൾ ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഭരണം കാര്യക്ഷമമാക്കാൻ ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയത്. ഇനി അടുത്ത എന്താണ്? 1206 ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അതാരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. എന്താണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഓക്കെ, ഇനി അടുത്ത് ഇറാഖിൽ നിന്ന് കുതിരകളെ ഇറക്കുമതി ചെയ്ത് സൈന്യത്തെ ശക്തിപ്പെടുത്തി. അതാരാണ് ചെയ്തത്? അലാവുദ്ദീൻ ഖൽജിയാണ്. എന്താണ്? അലാവുദ്ദീൻ ഖൽജി. ഓക്കെ, അലാവുദ്ദീൻ ഖൽജി. ഇനി അടുത്തത് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു. അപ്പോൾ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്ത ആരാണ്? ബാബറാണ് അല്ലേ? ഒരു യുദ്ധത്തിൻ്റെ പേരൊക്കെ അറിയാമല്ലോ, പാനിപ്പട്ട് യുദ്ധം. ഇനി അടുത്തത് മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചു. അത് ആരുടെ കാലത്താണ്? ഔറംഗസേബിൻ്റെ കാലത്താണ്. ഇനി ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി തങ്ക, ജിത്താൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. അതാരാണ്? ഇൽത്തുമിഷാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നോക്കൂ. കുത്തബുദ്ദീൻ ഐബക്ക് 1206 ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. ഇൽത്തുമിഷിൻ്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം? ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി തങ്ക, ജിത്താൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഇനി അലാവുദ്ദീൻ ഖൽജിയുടെ സ്ഥാനത്ത് നമുക്ക് എഴുതാം ഇറാഖിൽ നിന്ന് കുതിരകളെ ഇറക്കുമതി ചെയ്ത് സൈന്യത്തെ ശക്തിപ്പെടുത്തി. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റി. ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു. ഔറംഗസേബ് എന്താ ചെയ്തത്? മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണ്? ഔറംഗസേബിൻ്റെ കാലത്താണ്. ഇനി ഇതിനോടനുബന്ധിച്ച ബി ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നവയിൽ ഡൽഹി അധികാര കേന്ദ്രമാക്കാൻ സഹായിച്ച 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആരവല്ലി പർവ്വതനിരകൾ, നർമ്മദ, താപ്തി, സിന്ധു, ഗംഗ സമതലം. അപ്പോൾ അതാണോ? എല്ലാം. ഇനി അടുത്ത നർമ്മദ, താപ്തി, സിന്ധു, ഗംഗ, യമുന നദി. അതുമല്ല, നർമ്മദ, താപ്തി ഇവിടെ എവിടെയും വരുന്നില്ല. ഇനി അടുത്തത് സിന്ധു, ഗംഗ സമതലം, ആരവല്ലി പർവ്വതനിരകൾ, യമുന നദി. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. യമുന നദി, സിന്ധു, വിന്ധ്യ, സത്ലജ് ഇതുമല്ല. അപ്പോൾ കറക്റ്റ് അതായത് ഡൽഹിയെ അധികാര കേന്ദ്രമാക്കാൻ സഹായിച്ച 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ സമതലം, ആരവല്ലി പർവ്വതനിരകൾ, ലാസ്റ്റ് വൺ യമുന നദി. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 2 വിവിധ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. ഇതെന്താണ്? ആദ്യത്തെ ചിത്രം പിഗ്മികൾ, രണ്ടാമത്തേത് ഇന്യൂട്ടുകൾ, മൂന്നാമത്തേത് മരുപ്പച്ച, നാലാമത്തേത് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്. ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ഇവയിൽ ഏതെങ്കിലും 2 എണ്ണത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണത്തിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് പിഗ്മികൾ എന്താണെന്ന് നോക്കാം. പിഗ്മികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിൽ അധിവസിക്കുന്നവരാണ് പിഗ്മികൾ. എവിടെയാണ് അവർ താമസിക്കുന്നത്? ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് അവർ താമസിക്കുന്നത്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ്. മുഖ്യ ഭക്ഷണം എന്താണ്? കസാവ അഥവാ മരിച്ചീനി. മാനിൻ്റെ തുകലും
ഇലകളുമാണ് വസ്ത്രം. മരച്ചില്ലകളും വലിയ ഇലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിലുള്ള വീട് നിർമ്മാണം. അതാണ് പിഗ്മികളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് എന്താണ്? ഇന്യൂട്ടുകൾ. ഇന്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. വർഷത്തിൽ തുടർച്ചയായ 6 മാസം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിതോപാധി. ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കാറില്ല. തിമിംഗലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കുന്നു. ഇനി അടുത്തത് മരുപ്പച്ച. മരുപ്പച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിൽ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് നമ്മൾ മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. അടുത്തത് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. മധ്യരേഖ കാലാവസ്ഥയിൽ സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഇവിടുത്തെ വനങ്ങളിൽ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതുകൊണ്ടാണ് ഇവയെ എന്ത് പറയുന്നത്? നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നത്. വനവിഭവ ശേഖരണമാണ് പ്രധാന ഉപജീവന മാർഗം. വൈവിധ്യപൂർണ്ണമാണ് ഇവിടുത്തെ സസ്യജന്തുജാലങ്ങൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന നിങ്ങൾക്കറിയാവുന്ന രണ്ടെണ്ണം നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് നൽകിയിരിക്കുന്നത്? കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏത്? കാലാഹാരി ബുഷ്മൻ. കാലാഹാരി ബുഷ്മൻ. അറേബ്യൻ മരുഭൂമി ബെഡോയിനുകൾ, മലേഷ്യ സെമാങ്ങുകൾ, സഹാറ ത്വാറക്. അപ്പോൾ ഇതിൽ പെടാത്തത് മലേഷ്യ സെമാങ്ങുകളാണ്. ഇനി നമുക്ക് പ്രവർത്തനം 3 നോക്കാം. ഓക്കെ. ലോകത്തെ ഭൂരിഭാഗം ജനങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. ജനാധിപത്യ ഗവൺമെൻറ്റിന് യോജിച്ച പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കൂ, ജനാഭിലാഷം മാനിക്കുന്നു. ജനാഭിലാഷം മാനിക്കുന്നു എന്നത് എന്താണ്? ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ഓക്കെ. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, അതും ശരിയാണ്. ജനങ്ങൾ ഭരണാധികാരിയോട് കടപ്പെട്ടിരിക്കുന്നു, അതൊന്നുമില്ല. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നേരെ തിരിച്ചാണ്. ഭരണാധികാരികളാണ് ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത്. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, അത് ശരിയാണ്. ഭരണാധികാരികൾ വ്യത്യസ്ത നിയമത്തിന് വിധേയരാണ്, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ജനാധിപത്യ ഗവൺമെൻറ്റിന് യോജിച്ച പ്രസ്ഥാനം ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഒരേ നിയമമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബി ചോദ്യം എന്താണ്? മ്യാൻമാറിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ രൂപം എന്താണ്? രാജവാഴ്ച, സുൽത്താൻ ഭരണം, പട്ടാള ഭരണം, ജനാധിപത്യ ഭരണം. അപ്പോൾ രാജവാഴ്ചയല്ല, സുൽത്താൻ ഭരണമല്ല, ജനാധിപത്യ ഭരണമല്ല, പിന്നെന്താണ്? പട്ടാള ഭരണമാണ്. ഇപ്പോൾ മ്യാൻമാറിൽ നിലനിൽക്കുന്നത് എന്താണ്? പട്ടാള ഭരണമാണ്. ഇനി അടുത്ത് നോക്കാം. പ്രവർത്തനം 4. മധ്യകാല കേരളത്തിൽ പെരുമാക്കന്മാരുടെ ഭരണ തകർച്ചയെ തുടർന്ന് നാടുവാഴികൾ അധികാരത്തിലെത്തി. മധ്യ കേരളത്തിലെ പെരുമാക്കന്മാരുടെ ഭരണത്തെ തുടർന്ന് വന്ന നാടുവാഴികളുടെ ഭരണത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? അപ്പോൾ ഇവിടെ പെരുമാക്കന്മാരുടെ ഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? CE 9-ാം നൂറ്റാണ്ടിൽ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം. CE 12-ാം നൂറ്റാണ്ടോടുകൂടി നാടുവാഴികൾ അതാത് നാടുകളിൽ ഭരണം ആരംഭിച്ചു. ഇനി അടുത്തത് എന്താണ്? ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപം എന്ന് അറിയപ്പെട്ടു. ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അന്ന് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കയ്യിലായിരുന്നു. വടക്കേ കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ ഭരണം വ്യാപിച്ചിരുന്നു. ഇനി നാടുവാഴികളെ കുറിച്ച് നമുക്ക് എഴുതാം. നാടുവാഴിക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപം എന്നറിയപ്പെടുന്നു. കുടുംബത്തിലെ മൂത്ത അംഗം അധികാരം കൈയാളിയിരുന്നു. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസമുണ്ടായിരുന്നു. ആധിപത്യത്തിന് നാടുവാഴികൾ പരസ്പരം പോരാടിയിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മധ്യകാല കേരളത്തിലെ അങ്ങാടികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുവന്ന് കൈമാറി. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്ന് കൈമാറി. അങ്ങാടിയുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തി. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 5. CE 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ലോക ചരിത്രത്തിൽ മധ്യകാലം എന്നറിയപ്പെടുന്നു. മധ്യകാല യൂറോപ്പിൽ വിവിധ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി വ്യക്തമാക്കുന്ന ആശയ ഭൂപടം തയ്യാറാക്കുക. ഓക്കെ. ആദ്യം മധ്യകാല യൂറോപ്പ്, അവിടെ നഗരങ്ങൾ. ഓക്കെ.
നഗരങ്ങൾ, വാസ്തുവിദ്യ, വിജ്ഞാനം. ഇവിടെ നഗരങ്ങളിൽ നമുക്ക് എന്താ എഴുതാം? നഗരങ്ങൾ എന്താണ്? കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായി മാറിയത്. ചുറ്റുമതിലുകൾ സംരക്ഷിക്കപ്പെട്ടു. ഇവിടെ എന്താണ്? കൂർത്ത ഗോപുരങ്ങൾ കാണപ്പെടുന്നു. ഗോത്തിക് ശൈലി നിലവിൽ വന്നു. ഇവിടെ നമുക്ക് എന്തെഴുതാം? കമാനങ്ങളും വിശാലമായ മുറികളുമുള്ള റോമനസ്ക് ശൈലി നിലവിൽ വന്നു. ഇനി വിജ്ഞാനത്തിൻ്റെ മേഖല എടുക്കുകയെന്ന് വെച്ചാൽ എന്താണ്? ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയായിരുന്നു. വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായി നിരവധി സർവകലാശാലകളും ഉണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം, മധ്യകാല ഇന്ത്യയിൽ ചൈനക്കാർ നൽകിയ സംഭാവനകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പം മധ്യകാല ഇന്ത്യയിൽ ചൈനക്കാരുടെ സംഭാവനയാണ് അച്ചടി യന്ത്രവും അതേപോലെ വെടിമരുന്നും. കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്കു നോക്കി യന്ത്രം ചൈനക്കാരുടെ സംഭാവനയാണ്. അച്ചടി വിദ്യ വിജ്ഞാനത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. പഗോഡകൾ നിർമ്മാണ വൈഭവത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം പ്രവർത്തനം 6 എന്താണ്? കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. അവകാശങ്ങളും കടമകളും പരസ്പരം ബന്ധപ്പെടുത്തി തന്നിരിക്കുന്നവ പൂർത്തിയാക്കുക. അവകാശങ്ങൾ, കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശം. അപ്പോൾ കടമകളിലോ, എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. ഇനി രണ്ടാമത്തേത്, വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശം. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമ. പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്. പഠിക്കുക എന്നത് എൻ്റെ കടമ. ഓക്കെ, കുട്ടികളുടെ അവകാശത്തിന് സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രൂപീകരിച്ചിട്ടുള്ള പ്രധാന കമ്മീഷനുകൾ ഏതെല്ലാം? ഒന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഇനി അടുത്ത് നോക്കാം പ്രവർത്തനം 7. ഗ്രാമനഗര സമൂഹങ്ങളുടെ സവിശേഷതകൾ വ്യത്യസ്തമാണ്. നൽകിയിരിക്കുന്ന സൂചകങ്ങളെ അടിസ്ഥാനമാക്കി ഗ്രാമസമൂഹവും നഗരസമൂഹവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സൂചകങ്ങൾ: ജീവിത രീതി, തൊഴിൽ, അയൽപക്ക ബന്ധങ്ങൾ, വേഷവിധാനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ എന്താണ് പ്രവർത്തനം 7ൻ്റെ ഉത്തരം? നമുക്ക് എന്തെഴുതാം? ഗ്രാമത്തിലെ ജീവിത രീതികൾ സങ്കീർണമല്ല, എന്നാൽ നഗരങ്ങളിലേത് സങ്കീർണമായ ജീവിത രീതികളാണ്. കൃഷിയും അനുബന്ധ തൊഴിലുകളുമാണ് ഗ്രാമങ്ങളിലെങ്കിൽ വ്യവസായത്തോടും വ്യാപാരത്തോടും ബന്ധപ്പെട്ട തൊഴിലുകളാണ് നഗരങ്ങളിലുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം, അവർ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരിക്കുമെന്ന നഗരങ്ങളിൽ അയൽപക്ക ബന്ധങ്ങൾ കുറവാണ്. ഗ്രാമീണരുടെ വേഷം ലളിതമായിരിക്കും. ഫാഷനുകൾക്കനുസരിച്ച വേഷവിധാനമാണ് നഗരങ്ങളിലേക്ക്. ഇനി അടുത്തത്, ഗോത്ര സമൂഹങ്ങളെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഊര് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 8 അവസാനത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന 6 പ്രവർത്തനം എഴുതിയാൽ മതി. ബാക്കി 2 നിങ്ങൾക്ക് ഓപ്ഷനാണ്. നൽകിയിരിക്കുന്ന വിഭവങ്ങളെ ഉപയോഗിക്കുന്നതനുസരിച്ച് തീരുന്നവ, അല്ലാത്തവ എന്നിവ ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ജലം, സൂര്യപ്രകാശം, പ്രകൃതി വാതകം, പെട്രോളിയം, കൽക്കരി, കാറ്റ്. അപ്പോൾ ഉപയോഗത്തിനനുസരിച്ച് തീരുന്ന വിഭവങ്ങൾ, ഉപയോഗത്തിനനുസരിച്ച് തീരാത്ത വിഭവങ്ങൾ. അപ്പോൾ ഉപയോഗത്തിനനുസരിച്ച് തീരുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതി വാതകം, ഓക്കെ, പെട്രോളിയം, കൽക്കരി. ഇനി ഉപയോഗത്തിനനുസരിച്ച് തീരാത്ത എന്താണ്? കാറ്റ്, സൂര്യപ്രകാശം, ജലം. ഓക്കെ, ഇനി എന്താണ് വിഭവശോഷണം? അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം. എന്താണ് വിഭവശോഷണം? അനിയന്ത്രിതമായ ഉപയോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം. അപ്പോൾ ഇതൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്കാണ്. ഇതിന് എത്രയാണ്? 2 മാർക്കാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അതേപോലെ ബി ക്വസ്റ്റ്യൻ ചെറുതിനൊക്കെ എന്താണ്? 1 മാർക്കാണ് ഉണ്ടാവുക. ഇവിടെ നോക്കൂ, ഇത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്, ഇത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇനി പ്രവർത്തനം 6. പ്രവർത്തനം 6 ഇത് 3 ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അതായത് 1, 2, 3 ഇത് 2 മാർക്കിൻ്റെതാണ്. അതായത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 2 മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത മക്കൾക്ക് വളരെ എളുപ്പമുള്ളൊരു എക്സാമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.